നമസ്കാരം. മൈമെന്റർ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു, നന്നായി പഠിക്കുന്നു എന്നൊക്കെ അറിയുന്നു. വളരെ സന്തോഷം. ഇപ്പോൾ നമ്മുടെ 2025 ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യത്തെ ഫേസ് പരീക്ഷ കഴിഞ്ഞു. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ ആപ്പിനകത്ത്, അതായത് മൈമെന്ററിൻ്റെ ആപ്പിനകത്തും യൂട്യൂബ് ക്ലാസ്സുകൾക്കകത്തും എടുത്ത കലാസാഹിത്യ സാംസ്കാരിക കായിക മേഖലയിലെ 10 ചോദ്യങ്ങൾ, എണ്ണം പറഞ്ഞ 10 ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷ പേപ്പറിൽ ഉണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു. ഒരുപാട് കുട്ടികളെ ഞങ്ങൾ അതിൻ്റെ സന്തോഷം വിളിച്ചറിയിച്ചു. ഒരുപാട് പേർ വളരെയധികം സന്തോഷങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത്രയേറെ സന്തോഷമുള്ളൊരു കാര്യം കൂടെയാണ്. ആ ഒരു 10 ചോദ്യങ്ങളും ഒരു ഓപ്ഷൻസ് പോലും മാറാതെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ മക്കളെ, ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ, അതായത് ഫസ്റ്റ് ഫേസിൽ കഴിഞ്ഞ ആ ഒരു കലാസാഹിത്യ സാംസ്കാരിക കായിക മേഖലയിലെ 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയണമെന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യമേ നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പല ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് നമുക്ക് കലാസാഹിത്യ സാംസ്കാരിക കായിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നതുപോലെ തന്നെ ആ ടോപ്പിക്കുകളാണ് നിങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതായത് കഴിഞ്ഞ വർഷത്തെ 2024 PSC നടത്തിയ അവസാനത്തെ 3 ഫേസ് പ്രിലിംസ് പരീക്ഷ, ഡിഗ്രി പ്രിലിംസ്, അതായത് 38/2024, 47/2024, 71/2024, ഈ 3 ചോദ്യ പേപ്പറുകളിലും വന്ന ചോദ്യങ്ങളും അതേ ഭാഗങ്ങളും തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പ്രിലിംസ് പരീക്ഷയിലും കൂടുതലായി ചോദിച്ചു കണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കഴിയുന്നിടത്തോളം ഓരോ ചോദ്യങ്ങളും ഏത് ഭാഗത്തു നിന്നാണെന്ന് നോക്കി ആ ഭാഗത്തിന് കൂടുതൽ, അതായത് ആ ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, മറ്റ് മുഖവരികളൊന്നുമില്ല. ഞാൻ ഈ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി വരികയാണ്. പ്രത്യേകിച്ച് അടുത്ത ഫേസ് പരീക്ഷ എഴുതുന്നവരുണ്ട്, അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. അതുപോലെ തന്നെ തുടക്കക്കാർക്കും ഈ ക്ലാസ് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. മക്കളെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. നമുക്കറിയാം, ഈ ചോദ്യ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്ന ചോദ്യമാണ് അംബ എന്ന കഥാപാത്രം. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന നോവൽ ഏതാണ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അതായത് അംബ ഏത് കൃതിയിലെ, നിലവിലെ അല്ലെങ്കിൽ പുതിയ കൃതികളിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ സമുദ്രശിലയുണ്ട്, ഉലയുണ്ട്, ആരാച്ചാരുണ്ട്, നിങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ ഓർത്ത് വെക്കേണ്ടത് സമുദ്രശില എഴുതിയിരിക്കുന്നത് സുഭാഷ് ചന്ദ്രനാണ്. മക്കൾ ഓർക്കുക, സമുദ്രശില എഴുതിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ്. ഉല KV മോഹൻകുമാറിന്റെ നോവലാണ്. ആരാച്ചാർ KR മീരയുടെ നോവലാണ്. നിങ്ങൾ ആകട്ടെ M മുകുന്ദന്റെ നോവലാണ്. ഓക്കെ മക്കളെ, ഇതിലെ ഉത്തരം വരുന്നത് സമുദ്രശിലയിലാണ്. എന്തുള്ളത്? അംബയുള്ളത്. സമുദ്രശില, സുഭാഷ് ചന്ദ്രൻ. നമുക്കറിയാം, മനുഷ്യനൊരു ആമുഖം എന്ന നോവലിലൂടെ മലയാള സാഹിത്യ ലോകത്ത് ഏറ്റവും ശക്തമായ പേരായി മാറിയ മനുഷ്യനാണ് ഈ പറയുന്ന സുഭാഷ് ചന്ദ്രൻ. നമുക്ക് ഇവർക്കും ആദരണീയനായിട്ടുള്ള, ബഹുമാന്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഭാഷ് ചന്ദ്രന്റെ നോവലാണ് സമുദ്രശില. ആ സമുദ്രശിലയ്ക്കകത്താണ് അംബ കഥാപാത്രമായി വരുന്നത്. മക്കളെ, അവിടെ ഓപ്ഷൻസിലേക്ക് വന്നേ. ഓപ്ഷൻ A, ഓപ്ഷൻ ബിയിൽ വരുന്നത് ഉലയാണ്. ഉല ആരുടേതാ? KV മോഹൻകുമാറിൻ്റെതാണ്. KV മോഹൻകുമാർ. ഉഷ്ണരാശി, കരപ്പുറത്തിന്റെ ഇതിഹാസം, വയലാർ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ്. ഈ 2 കൃതികളും പഠിച്ചു വെക്കണം. 2ഉം PSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഉലയും ഉഷ്ണരാശി, കരപ്പുറത്തിന്റെ ഇതിഹാസം. KV മോഹൻകുമാർ, അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. IAS ഉദ്യോഗസ്ഥനായിരിക്കുകയും വയലാർ അവാർഡ് നേടുകയും ചെയ്ത ഒരു വ്യക്തി കൂടെയാണ് ആ മനുഷ്യൻ. ഇതിനു മുൻപ് IAS ഉദ്യോഗസ്ഥനായിരിക്കുകയും അതുപോലെ തന്നെ വയലാർ അവാർഡ് നേടുകയും ചെയ്ത മറ്റൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെയും ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂരും അതുപോലെ തന്നെ IAS ഉദ്യോഗസ്ഥനായിരുന്നു, ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു. അദ്ദേഹവും എന്ത് തന്നെയാണ്, ഒരു വയലാർ അവാർഡ് ജേതാവ് കൂടിയായുള്ള സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തതാകട്ടെ അത് യന്ത്രം എന്ന നോവലാണ്. ഓക്കെ അല്ലേ മക്കളെ? കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം കുറച്ച് സമയം കൊണ്ട് കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യണം എന്നതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? മിടുക്കർ, സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞേ. ആ യന്ത്രം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രത്തെ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തു തന്നെ. ആരുടെ? മലയാറ്റൂരിന്റെ യന്ത്രം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം. കാരണം അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ മക്കളെ? ഒന്ന് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞേ, യന്ത്രം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം. ഇനി നോക്കിയേ, ഉല അല്ലെ? ഉല നമ്മൾ പറഞ്ഞു KV മോഹൻകുമാറിൻ്റെതാണ്. ആരാച്ചാർ ആരുടേതാ? KR മീരയുടേതാണ്. ആരാച്ചാർ KR മീര. ഒരുപക്ഷെ KR മീര എന്ന എഴുത്തുകാരിയെ മലയാള സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് തന്നെ ആരാച്ചാർ എന്ന നോവലിലൂടെയാണ് അല്ലെ? ഹൃദയയും ചേതനയും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളെന്ന് PSC ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഹൃദയ, ചേതന, അല്ലെങ്കിൽ ചേതന എന്ന് പറയുന്ന കഥാപാത്രത്തെ തന്നെ എത്രയോ തവണ PSC ചോദിച്ചു. ചേതന ആരാച്ചാലാണ് മക്കളെ. എങ്കിൽ ഓർത്തു വെക്കുക, ഭാവന എന്ന കഥാപാത്രം
ഭാവന എന്ന കഥാപാത്രം. ഭാവന എന്ന കഥാപാത്രം KR മീരയുടെ ഖബർ എന്ന നോവലിലെ കഥാപാത്രമാണ്. ഖബറിലെ കഥാപാത്രമാണ്. ഓക്കെ, ഖബർ അല്ലെ, അത് പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. KR മീര ഓർമ്മയുടെ ഞരമ്പ് +1 കുട്ടികൾ സ്കൂളിൽ പഠിച്ചൊരു ഭാഗമായിരുന്നു ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ എഴുതിയതുമാരാണ് KR മീരയാണ്, അതും പ്രധാനമാണ്. ഇനി നിങ്ങൾ എന്ന നോവലിലേക്ക് വരിക. നിങ്ങൾ സമകാലിക എഴുത്തുകാരോടൊപ്പം അല്ലെങ്കിൽ എഴുത്തുകാരെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഈ നമ്മുടെ M മുകുന്ദൻ എഴുതിയ നോവലാണ് നിങ്ങൾ എന്ന് പറയുന്നത്. സമകാലിക എഴുത്തുകാരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇന്നും തന്നിലെ ബാല്യ യൗവനങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച കൃതിയായിരുന്നു നിങ്ങൾ എന്ന നോവൽ. ഞാൻ ഈ നോവൽ മുമ്പും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ നമ്മുടെ ക്ലാസ്സിനകത്ത് എക്സ്പെഷ്യലി നമ്മുടെ യൂട്യൂബിനകത്തും അതുപോലെ തന്നെ ആപ്പിലെ നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ തന്നെയും ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ ക്ലാസ്സിന്റെ ആരംഭ ഭാഗത്ത് തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ, വായിച്ചു കഴിയുമ്പോൾ വായനക്കാരായ നമ്മൾ, അതായത് നിങ്ങൾ തന്നെ ഇതിലെ കേന്ദ്ര കഥാപാത്രമായി മാറുന്നു. വായിച്ചു കഴിയുമ്പോൾ അപ്പം കഥ പോകുന്നതൊക്കെ നിങ്ങൾ ഇന്ന ഭാഗത്ത് വരുന്നു, നിങ്ങൾ അവിടേക്ക് വരുന്നു, നിങ്ങൾക്കത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം എന്ന ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ M മുകുന്ദന് കഴിയുന്നു. M മുകുന്ദന് JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാ? M മുകുന്ദന് JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതി മക്കളെ ഒന്ന് ചുമ്മാ വെറുതെ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വന്നോണേ. M മുകുന്ദന് JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാ? പറഞ്ഞേ. ഓക്കെ, ഡൽഹി ഗാഥകൾ അല്ലെ, ഡൽഹി എസോളിലൊക്കെ ഡൽഹി ഗാഥകൾ. ആ M മുകുന്ദന്റെ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന M മുകുന്ദന്റെ പുതിയ നോവലുകളൊന്നാണ് നിങ്ങൾ എന്നുള്ളത് അല്ലെ. മയ്യഴിയുടെ കഥാകാരൻ പണ്ട്, അതായത് ദാസന്റെ പിറവിക്ക് മുൻപ്, ഒന്നുകൂടെ, പണ്ട് അതായത് ദാസന്റെ പിറവിക്ക് മുൻപ് എന്നാരംഭിക്കുന്ന മലയാള നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഓക്കെ അല്ലെ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ആ മയ്യഴിയിലെ കഥാപാത്രങ്ങളാണ് ദാസൻ, ചന്ദ്രിക, ഇനി കുഞ്ഞനന്ദൻ മാസ്റ്റർ അല്ലെ, കുഞ്ഞനന്ദൻ. ഇനി അതുപോലെ തന്നെ ഓർത്തു വെച്ചോണം, ലെസ്ലി സായിവ്, കുറുമ്പിയമ്മ. ഓക്കെ, ഇവരൊക്കെ തന്നെ എന്തിലെ കഥാപാത്രങ്ങളാണ്? ഈ പറയുന്ന മയ്യഴിയുടെ കഥാപാത്രങ്ങളാണ്. ദാസൻ, ചന്ദ്രിക, കുഞ്ഞനന്ദൻ, ലെസ്ലി സായിവ്, കുറുമ്പിയമ്മ. ചന്ദ്രിക ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കഥാകൃത്തിന്റെ അല്ലെങ്കിൽ ഏത് കൃതിയിലെ കഥാപാത്രമെന്നോ അല്ലെങ്കിൽ ആരുടെ കഥാപാത്രമെന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രിക ആകെ ഒരു രമണല്ലേ അല്ലെ. നമ്മുടെ ചങ്ങമ്പുഴയുടെ ചന്ദ്രികയെ മാത്രം എടുത്തുകളയരുത്. ചങ്ങമ്പുഴയ്ക്ക് മാത്രമല്ല ചന്ദ്രിക എന്ന നായികയുള്ളത്, ഓർത്തു വയ്ക്കുക. ആർക്കുമുണ്ട്? ദാസനിലൂടെ M മുകുന്ദനുമുണ്ട്. സെറ്റല്ലേടാ, പോയിന്റൊക്കെ സെറ്റല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്ത് കളയല്ലേ. അപ്പോൾ ഒന്നുകൂടെ ചോദ്യം ഓർമ്മിപ്പിക്കുന്നു. അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലിക നോവൽ എന്ന് പറയുന്നത് സമുദ്രശിലയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യത്തിലേക്കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാ, നോക്കി, ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാ KDN കമ്പനിയെ കുറിച്ചാ. KDN കമ്പനി ഓർമ്മയുണ്ടോ? KDN കമ്പനി. ഓക്കെ, കണ്ണപ്പ മുതലാളിയും ദാസപ്പ മുതലാളിയും അല്ലേ മക്കളെ. ആ കണ്ണപ്പ മുതലാളിയും ദാസപ്പ മുതലാളിയും ഒന്ന് ഞാൻ നിങ്ങൾക്ക് കടമെടുക്കുകയാണ്. Kയും Dയും കഥാപാത്രമാകുന്നത് കാട്ടൂർ കടവിലാണേ. കാട്ടൂർ കടവ് പഠിച്ചു വെച്ചോ, ഉറപ്പായും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. കാട്ടൂർ കടവ് എഴുതിയിരിക്കുന്നത് അശോകൻ ചെരുവിൽ. ഓക്കെ അല്ലേ? അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് Kയും Dയും. K എന്ന കാട്ടൂർ കടവും D എന്ന ദിമിത്രിയും. മക്കളെ ശ്രദ്ധിച്ചേ, നമ്മളതൊക്കെ ഒരുപാട് തവണ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതല്ലേടാ, സെറ്റല്ലേ? ഞാൻ എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ക്ലാസ്സുകളിലും ഒക്കെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൊരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോണം. അപ്പോൾ അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി കൂടെയാണ് കാട്ടൂർ കടവ്. Kയും Dയും അല്ലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പും അതുപോലെ തന്നെ ജാതീയമായ ചിന്താഗതികളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന അശോകൻ ചെരുവിലിന്റെ കൃതിയായിരുന്നു കാട്ടൂർ കടവ്. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, അടുത്ത ചോദ്യം. വാവച്ചൻ സീത എന്നിവർ കഥാപാത്രമാകുന്നത് ഒരുപക്ഷെ ഈ നോവല് അല്ലെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങളെയും PSCയുടെ ലോകത്തേക്ക് ആദ്യമായിട്ട് ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഞാനായിരിക്കും അല്ലെ. നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്, ഈ നോവൽ ഇറങ്ങി അല്ലെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങളെയും പരിചയപ്പെട്ട് തുടങ്ങിയത് മുതലേ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞിരുന്നുണ്ട് അല്ലെ. വാവച്ചനും സീതയും കേന്ദ്ര കഥാപാത്രമായി മാറുന്നത് മീശയിലാണ്.
വാവച്ചനും സീതയും കേന്ദ്ര കഥാപാത്രമാകുന്നത് എവിടെയാണ്? മീശയ്ക്കകത്താണ് വാവച്ചനും സീതയും വരുന്നത് അല്ലെ. മീശ ആരുടെ കൃതിയാണ്? എസ് ഹരീഷിന്റെ നോവലാണ്. എസ് ഹരീഷിന് JCB പുരസ്കാരം ഉൾപ്പെടെ നേടിക്കൊടുത്ത നോവലാണ് മീശ. ആ മീശയിലെ കഥാപാത്രങ്ങളാണ് വാവച്ചൻ, സീത. കഴിഞ്ഞ LDC പരീക്ഷയിൽ തൃശ്ശൂർ ജില്ലയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ മക്കളെ? നോക്കി വെച്ചേ. അപ്പോൾ വാവച്ചനും സീതയും കഥാപാത്രമാകുന്നത് എവിടെയാണ്? മീശയിലാണ്. വാവച്ചനും സീതയും കഥാപാത്രമാകുന്നത് മീശയിലാണ്. ഇനി ഞാനിവിടെ ഒരു ചോദ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. ഇത് ഒരു നോവലിനകത്തുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു തരാം, നിങ്ങളിതൊന്ന് നോക്കി വെക്കുക. നോക്കിയേ, ജീവനില്ലാത്ത കല്ലും മരവും ചേർന്നതല്ലേ പള്ളിയും അമ്പലവും ഒക്കെ? ശ്രദ്ധിച്ചേ, ജീവനില്ലാത്ത കല്ലും മരവും ചേർന്നതല്ലേ പള്ളിയും അമ്പലവും ഒക്കെ? ആലിലകളിൽ കാറ്റിന്റെ 1000 നാവിളക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആന്റണി പറഞ്ഞു. ആ പേര് ഓർത്ത് വയ്ക്കുക, ആന്റണി പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിലവിലുള്ള സകല ഈശ്വര സങ്കല്പങ്ങളെയും നിഷേധിക്കുന്ന പുതിയൊരു ഈശ്വരനെ എന്തുകൊണ്ട് നമുക്കും സൃഷ്ടിച്ചുകൂടാ? ഈശ്വരനെ നേരിടാൻ മറ്റൊരു ഈശ്വരൻ. 900 ഈശ്വരന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുമ്പോൾ പുതിയൊരു ഈശ്വരനെ കൂടെ സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? സഹീർ ചോദിച്ചു. കാര്യമുണ്ട് സഹീർ. സകല ഈശ്വരന്മാർക്കും ബദലായി നിൽക്കുന്നവനാണവൻ. അതിനാൽ നമ്മൾ സൃഷ്ടിക്കുന്ന പുതിയ ഈശ്വരന്റെ പേര് നിരീശ്വരൻ എന്നായിരിക്കും. നിരീശ്വരൻ, ഭാസ്കരൻ. ആ നാമം 2 വട്ടം നാവിലിട്ട സ്വാദ് പരിശോധിച്ചു. ഏത് കൃതിയിലാണ് ഈ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന നോവലിലാണ്. നിരീശ്വരൻ, ഓക്കെ അല്ലേ? VJ ജെയിംസിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപക്ഷെ സമകാലിക നോവലുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്നത്. ആ നിരീശ്വരൻ എന്ന നോവലിനകത്ത് വരുന്ന ഒരു ഭാഗമാണിത്. മക്കളെ, വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സംഭവം സത്യമാണ് അല്ലെ. അധികം ചർച്ച ചെയ്യാൻ എനിക്ക് ചർച്ച ചെയ്യാൻ വയ്യ. അതിനി അടുത്തൊരു വിവാദത്തിലേക്കായി പോകും. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ എൻ്റെ ഭാഗത്തേക്ക് വരുന്നു. മക്കളെ, ഈ ഭാഗം ഒന്ന് നോക്കി വെച്ചേടാ. ഇതിനകത്ത് ഞാൻ 3 ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി തന്നു. 1 ആന്റണി, 2 സഹീർ, 3 ഭാസ്കരൻ. ഞാൻ ഈ 3 പേരുകളെയും ഒരുമിച്ച്, അല്ലെങ്കിൽ അതിലെ ആദ്യാക്ഷരങ്ങൾ എടുക്കുന്നു. ആന്റണിയിലെ ആ എടുക്കുന്നു, ഭാസ്കരനിലെ ഭ എടുക്കുന്നു, സഹീറിലെ സ എടുക്കുന്നു. ആഭാസത്തെരുവ് ഓർത്തു വെച്ചോണം. ആഭാസത്തെരുവ് ഏത് കൃതിയിലാണ് പരാമർശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് കൃതിയിൽ പശ്ചാത്തലമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന നിരീശ്വരനാണ്. അതായത് ഈ 3 പേരുടെയും, ആന്റണിയുടെയും ഭാസ്കരന്റെയും സഹീറിന്റെയും പേരുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവരൊരു തെരുവ് രൂപീകരിക്കുന്നു, ആഭാസത്തെരുവ്. ആ ആഭാസത്തെരുവിൽ അവരുടെ ഈശ്വരനെ, നിരീശ്വരനെ അവർ പ്രതിഷ്ഠിക്കുന്നു. സെറ്റല്ലേ? അതാണ് VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന നോവൽ. മക്കളെ, ഓർത്ത് വെച്ചോണം, ഒന്ന് സ്കിപ്പ് ചെയ്യല്ലേ. ഇത് നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. ഇനി അങ്ങോട്ട് PSC പരീക്ഷകൾ നടക്കുന്ന കാലത്തോളം ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ്, പഠിച്ചു വെച്ചോണേ. ഓക്കെ അല്ലേ? അപ്പോൾ VJ ജെയിംസിന്റെ നിരീശ്വരനിലെ ഭാഗം കഥാപാത്രങ്ങളെ കിട്ടി, ആന്റണി, സഹീർ, ഭാസ്കരൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത തരുന്നത് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളെ കുറിച്ചാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. നമുക്കറിയാം, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതിയത് ബെന്യാമിനാണ്. ബെന്യാമിൻ അല്ലെ? ബെന്നി ഡാനിയൽ. ബെന്യാമിൻ എന്നറിയപ്പെടുന്നത് ബെന്നി ഡാനിയലാണ് അല്ലെ. ഒരുപക്ഷെ സമകാലിക എഴുത്തുകാരിൽ അതിശക്തനായ മറ്റൊരു എഴുത്തുകാരൻ കൂടിയാണ് ബെന്യാമിൻ. ബെന്യാമിന്റെ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളൊന്നാണ്. വയലാർ അവാർഡ് ഉൾപ്പെടെ നേടിക്കൊടുത്ത ഒരു നോവലാണ് അല്ലെ, മാന്തളിർ. അവിടെ ഓർത്ത് വയ്ക്കുക, പത്തനംതിട്ട ജില്ലയിലെ കുളനട പഞ്ചായത്തിൽ മാന്തുക എന്ന ഒരു ഗ്രാമമുണ്ട് അല്ലെ. മാന്തുക എന്നൊരു ഗ്രാമം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഞാനും വൈഫും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന പ്രദേശത്തൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ അത്ഭുതത്തോടെ ആ പേര് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു കൊടുത്ത കാര്യമുണ്ട്. നമ്മൾ ഈ അടുത്തിടെ വായിച്ച മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കഥ ഓർമ്മയുണ്ടോ നിനക്ക്? ആ കഥയ്ക്കകത്ത് മാന്തളിർ എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ, മാന്തളിർ. ആ മാന്തളിർ എന്നത് ഈ പറയുന്ന മാന്തുക എന്ന പ്രദേശത്തിന്റെ, അതായത് മാന്തുക എന്ന പ്രദേശത്തിന്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ പഴയ പേരെന്നോ മറ്റൊരു പേരെന്നോ പറയാം. അതായത് ആ പ്രദേശത്തിന്റെ, മാന്തുക എന്ന പ്രദേശത്തിന്റെ, ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ കുളനട പഞ്ചായത്തിലെ
മാന്തുക എന്ന പ്രദേശത്തിന്റെ മാന്തളിർ എന്ന പഴയ കാലത്തിന്റെ കഥയാണ് എന്തിൽ പറയുന്നത്? മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ പറയുന്നത്. അവിടെയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പും ആ പറയുന്ന പ്രദേശത്തിന്റെ പഴയ ജീവിത സാഹചര്യങ്ങളും ഒക്കെ കൂടെ കണക്ട് ചെയ്ത് വരുന്ന ബെന്യാമിന്റെ ഒരുപക്ഷെ ആത്മകഥാംശം കൂടെയുള്ള ഒരു കഥയായിട്ട് നമുക്ക് അതിനെ പറയാം. ഇതേ ബെന്യാമിൻ എഴുതിയ മറ്റൊരു നോവൽ അല്ലെങ്കിൽ മറ്റൊരു കഥ ഈ സമയത്ത് നമ്മൾ ഓർക്കണം. അത് അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ എന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? നോക്കി വെച്ചേ. അപ്പൊ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതിയതുപോലെ അദ്ദേഹം അതിന് മുമ്പ് എഴുതിയ ഒരു കൃതിയാണ് അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ. അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ അതും ആരുടേതാണ്? ബെന്യാമിൻ്റെതാണ്. ബെന്യാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നജീബിനെ വിട്ടുപോവുക അല്ലെ മക്കളെ? നജീബിനെ അറിയില്ലേ നിങ്ങൾക്ക്? നജീബിനെ അറിയില്ലേ? നജീബ് അല്ലെ? നജീബ് എവിടെയാണ്? ആടുജീവിതത്തിനകത്ത്. നജീബും ഇബ്രാഹിം ഖാദിരിയും ഒക്കെ കഥാപാത്രമായി വരുന്നത് ആടുജീവിതത്തിനകത്ത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്യാരക്ടേഴ്സുകളൊക്കെ ഒന്നായത് അല്ലെ? ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയ്ക്ക് അത്രമേൽ ചോദിച്ച കഥാപാത്രം. ഓക്കെ, പഠിച്ചു വെച്ചോണേ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ഞാൻ ഒരു കഥയുടെ അവസാന ഭാഗം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ കരുതുന്നത് പൊതുവെ നമ്മൾ കേട്ടു ശീലിച്ച കുറേ കഥാപാത്രങ്ങളും കൃതികളിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമാർന്ന പുതിയ കുറച്ച് കഥാപാത്രങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത്ര കണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ തരുന്നത് എന്ന് വിശ്വസിക്കുന്നു അല്ലെ? അങ്ങനെയെങ്കിൽ അത് നന്നായി പഠിച്ചു വെച്ചോണേ. ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠിച്ചു വെച്ചോണം മക്കളെ. നോക്കിയേ, ഇവിടെ മലയാളത്തിലെ അടുത്തിടെ ഒരു 2015 ഈ ഒരു കഥ വരുന്നത്. 2015 മുതൽ ഇങ്ങോട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയുടെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. ഞാൻ വായിച്ചു തരാം. ഞാൻ കുറെ കണക്ക് കൂട്ടി നോക്കി അനീഷ. ഇന്ന് രാത്രിയിൽ ഒരാൾ മരിച്ചേ ഒക്കൂ. എങ്കിൽ 4-5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. അതുകൊണ്ട് വാരിയ ചോറ് പ്ലേറ്റിൽ തന്നെ ഇട്ട വരുൺ പരിഭ്രമം കാണിക്കാതെ പറഞ്ഞു. ഈ വരുണിന് നേരത്തെ നമ്മുടെ വരുണുമായിട്ട് ബന്ധമൊന്നുമില്ല, ജോർജ് കുട്ടി അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. ഓക്കെ, എന്നാൽ ഇവിടെ വാരിയ ചോറ് പ്ലേറ്റിൽ തന്നെ ഇട്ട വരുൺ പരിഭ്രമം കാണിക്കാതെ പറഞ്ഞു. പ്രായമായ രണ്ടുപേരുണ്ട് ഇവിടെ, അച്ഛനും അമ്മയും. ഒരാളുടെ മാസ്ക് ഇപ്പോൾ തന്നെ അഴിച്ചു മാറ്റണം. അനീഷയുടെ കണ്ണുകൾ തുറച്ചു. ആരുടെ? എനിക്കറിയില്ല, അത് നീ തീരുമാനിച്ചാൽ മതി. ഇങ്ങനെയാണ് മലയാളത്തിലെ ഒരു പ്രസിദ്ധമായൊരു കഥ അവസാനിക്കുന്നത്. ഏതാണ് ആ കഥ? നോക്കിയേ, ഇവിടെ മാസ്കിന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്കാകെ അറിയുന്നൊരു മാസ്ക് കോവിഡിന്റെ സമയത്ത് നമ്മൾ പലരും ഒരു ആഭരണമാക്കി ഇന്നും കൊണ്ടുനടന്ന, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് അല്ലെ ഒരു ആഭരണമാക്കി കൊണ്ടുനടന്ന ഒരു മാസ്കാണ് അല്ലെ. അല്ലാതൊരു മാസ്ക് ഉണ്ട്, ഓക്സിജൻ മാസ്ക് അല്ലെ. ആ ഓക്സിജൻ എന്നത് എന്താണ്? പ്രാണവായു ആണ് അല്ലെ. ആ പ്രാണവായുവിന്റെ അവസാന വരികളാണിത്. പ്രാണവായു മക്കളെ, ഇമ്പോർട്ടൻ്റ് അല്ലേ? നോക്കിയേ, ഒരു പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ പറയുന്ന പ്രാണവായുവിന് വേണ്ടി പോലും മല്ലടിക്കുന്ന, പരസ്പരം ചതിക്കാൻ പോലും തയ്യാറാകാത്ത, അല്ലെങ്കിൽ അതിന് ജീവന്റെ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ പോകും അല്ലേ. ആ ഭയം തന്നെയാണ് ഈ കഥയുടെ പ്ലോട്ടും. ഓക്കെ മക്കൾ, ഓർത്ത് വയ്ക്കുക. പ്രാണവായുവിന്റെ അവസാന ഭാഗമാണിത്. വായിച്ചു വയ്ക്കുമല്ലോ അല്ലെ. കഥാപാത്രങ്ങൾ ഓർത്ത് വെച്ചോളാം. അനീഷയും വരുണും കഥാപാത്രമായി ഇതിൽ വരുന്നുണ്ട്. പ്രാണവായു മക്കളെ, പ്രാണവായു എഴുതിയതാരാ? അംബികാസുധൻ മങ്ങാട്. ഓക്കെ അല്ലേ? നല്ല ചോദ്യം അല്ലേ? പഠിച്ചു വെക്കാലോ. ക്ലിയർ അല്ലടാ? മുമ്പോട്ട് പോകാലോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ സമകാലിക നോവലുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ സഹായം കൊണ്ട് വളരെയധികം വിറ്റഴിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്ത ഒരു നോവലുണ്ട്. ആ നോവലിലെ കഥാപാത്രങ്ങളൊന്ന് പരിചയപ്പെടണം. കാരണം ഇവരെയും PSA ചോദിച്ചു. രേഷ്മ, വെട്രി, മല്ലി. ഈ മല്ലി എന്നുള്ള പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ആരൊക്കെ? ആനന്ദി, റാം അല്ലെ. ആനന്ദിയും റാമും ഇവരെല്ലാം കഥാപാത്രമായി വരുന്നത് റാം കെയർ ഓഫ് ആനന്ദി ആരുടേതാണ്? അഖിൽ P ധർമ്മജന്റേതാണ്. ഓക്കെ അല്ലെ മക്കളെ? നോക്കി വെച്ചേ. രേഷ്മ, വെട്രി, മല്ലി, ആനന്ദി, റാം ഇവരൊക്കെ കഥാപാത്രമായി വരുന്നത് എവിടെയാണ്? റാം കെയർ ഓഫ് ആനന്ദി. ചോദിച്ചില്ലേ? മല്ലി ഉൾപ്പെടെ ഈ കഥാപാത്രങ്ങൾ PSC ചോദിച്ചില്ലായിരുന്നോ? അപ്പൊ പഠിച്ചു വെച്ചോണം. അത് അഖിൽ P ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിയാണ്. ഇനി അതേപോലെ തന്നെ ഒരിക്കൽ
ഒരുപക്ഷെ ഈ അടുത്ത നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന എന്താണ് നമ്മുടെ യൂട്യൂബിനകത്തായിരുന്നാലും ഇൻസ്റ്റഗ്രാമിനകത്തായിരുന്നാലും ഫേസ്ബുക്കിനകത്തൊക്കെ ആയിരുന്നാലും റീലുകളുടെ രൂപത്തിലും മറ്റ് പല രൂപത്തിലും ഒക്കെ തന്നെ ഒരുപാട് പേർ വായിച്ച ഒരുപാട് പേർ അറിഞ്ഞ ഒന്നാണ് ഒരിക്കൽ. അത് എൻ മോഹനന്റെ എൻ മോഹനൻ ഓക്കെ എൻ ആണ് എൻ മോഹൻ ഓക്കെ എൻ മോഹനൻ എൻ മോഹനൻ്റെതാണ് എന്താണ് ഈ പറയുന്ന ഒരിക്കൽ എന്നുള്ള നോവല്. സത്യത്തിൽ അതൊരു നോവലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോവലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു വലിയ കഥ അത്രേ പറയാനുള്ളൂ. പക്ഷേ ഏറ്റവും മികച്ച കഥകളിലൊന്ന് അല്ലെ. എൻ മോഹൻ മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. സർവോപരി നമ്മുടെ ലളിതാംബിക അന്തർജനത്തിൻ്റെ മകനാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ തന്നെ എന്താണ് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു ഭാഗമൊക്കെ അല്ലെ എന്നൊരു ഭാഗമൊക്കെ വരുന്ന നമ്മൾ വായിച്ചു കഴിയുമ്പോൾ എവിടെയോ ആ ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദനയൊക്കെ തന്നെ പങ്കുവെച്ചു പോകുന്ന ഒരു കഥ കൂടിയാണ് അല്ലെ. അപ്പം അത് ഓർത്തു വയ്ക്കുക. ഒരിക്കൽ എന്നുള്ളത് എൻ മോഹനൻ്റെ കൃതിയാണ്. ഓക്കെ, എൻ മോഹനൻ ഒരിക്കൽ. അപ്പം അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് ചോദിക്കാം. ഇനി എത്രയും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയുടേതാണ്. പ്രീവിയസ് ആണേ ചോദിച്ചു, ഇതും ചോദിച്ചു അല്ലെ. എത്രയും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയുടെ കൃതിയാണ്. നിമ്ന വിജയ് എന്ന എഴുത്തുകാരിയെ സാഹിത്യ ലോകത്തേക്ക് അല്ലെങ്കിൽ സാഹിത്യ ലോകത്തിന് പരിചിതമാക്കി തീർത്തത് ഈ പറയുന്ന എത്രയും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലാണ്. അതും പ്രധാനമായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ സമകാലിക കൃതികൾ, സമകാലിക സാഹിത്യം വളരെ പ്രധാനമാണ്, പഠിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പല ക്ലാസ്സുകളായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഈ ചോദ്യം ഇവിടെയും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കായിക ഇനങ്ങളും അവയുമായി ബന്ധപ്പെട്ട പദങ്ങളും എന്നൊരു ഭാഗം നമ്മുടെ ആപ്പിനകത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞൊരു പദമായിരുന്നു ഈ പറയുന്നത് ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷനിൽ ബാസ്കറ്റ്ബോൾ ഉണ്ട്, റഗ്ബി ഉണ്ട്, വോളിബോൾ ഉണ്ട്, ഐസ് ഹോക്കി ഉണ്ട്. ഓർക്കുക, ലിബറോ എന്ന പദം വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലിബറോ എന്ന പദം എന്തുമായി ബന്ധപ്പെടുന്നു? വോളിബോളുമായി ബന്ധപ്പെടുന്നു. കണ്ടോ, വോളിബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്. രണ്ടും കണക്ട് ചെയ്ത് വെച്ചോണേ മക്കളെ. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ബാസ്കറ്റ് ബോൾ ടീമിൽ 5 താരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ബാസ്കറ്റ് ബോൾ ടീമിൽ 5 താരങ്ങൾ. ഇനി റഗ്ബിയിലേക്ക് വരുന്ന സമയത്ത് റഗ്ബി ടീമിൽ 13 താരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഇത് നോർമലി ലീഗ് റഗ്ബികളിലാണ് 13 താരങ്ങൾ. എന്നാൽ യൂണിയൻ റഗ്ബിയിലേക്ക് വരുന്ന സമയത്ത് 15 താരങ്ങൾ ഉണ്ടാകും. മക്കളെ നോക്കുക, ലീഗ് റഗ്ബി ആണെങ്കിൽ ലീഗുകളിൽ 13, യൂണിയൻ ആണെങ്കിൽ 15 താരങ്ങൾ എവിടെ ഉണ്ടാകും? റഗ്ബിയിൽ ഉണ്ടാകും. ഇനി വോളിബോളിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ഈ അടുത്തിടെ നമ്മുടെ മഞ്ജു ചേച്ചി ഒരു ചിത്രത്തിൽ വോളിബോൾ കോച്ചായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലെ. ആ ചിത്രത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, കരിങ്കുന്നം സിക്സസ് എന്നാണ്. 6 അല്ലെ, 6. അപ്പോൾ വോളിബോളിൽ 6 താരങ്ങളായിരിക്കും ഉണ്ടാകുക അല്ലെ. 6 താരങ്ങൾ വോളിബോൾ കരിങ്കുന്നം സിക്സസ് എന്നാണ്. ഓക്കെ, വോളിബോൾ സെറ്റല്ലേ മക്കളെ? അങ്ങനെയെങ്കിൽ ഐസ് ഹോക്കിയിൽ 6 താരങ്ങൾ ഉണ്ടാകും. ഐസ് ഹോക്കി ഒരു ടീമിൽ എത്ര താരങ്ങൾ? 6 താരങ്ങൾ. ഐസ് ഹോക്കി എത്ര പേരുണ്ടാകും? 6 താരങ്ങൾ. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഇത്തരത്തിലുള്ള കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാന പദങ്ങൾ PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പദങ്ങൾ പറയുന്നു. മക്കളെ, ഈ പദങ്ങളുടെ ഒന്നും എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഈ ചോദ്യവുമായിട്ട് അനുബന്ധമായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി ഞാൻ പറയുകയാണ്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നോക്കിയേ, വോളിബോളിൽ ഏതൊക്കെ വരാം? ലിബറോ, ഡിഗ്. ഈ 2 പദങ്ങളും പ്രധാനമാണ്. വോളിബോളുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചോണം. ലിബറോയും ഡിഗും എന്നുമായി ബന്ധപ്പെട്ടതാണ്. അത് വോളിബോളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ടെന്നീസുമായി ബന്ധപ്പെട്ടൊരു പദമാണ് ഗ്രാൻഡ് സ്ലാം. ഇത് പ്രീവിയസ് ആണ്. ഗ്രാൻഡ് സ്ലാം പ്രീവിയസ് ചോദ്യമാണ്. ഗ്രാൻഡ് സ്ലാം എന്ന പദം എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ടെന്നീസ് ആണ്. ഓക്കെ അല്ലേ? ഇനി പോളോയിലേക്ക് വരുന്ന സമയത്ത് പോളോയിൽ ചക്കർ, മാലറ്റ, ഈ 2 പദങ്ങളും നോക്കി വെച്ചോണം. ചക്കർ എന്നതും മാലറ്റ എന്നതും പോളോയുമായി ബന്ധപ്പെട്ട് വരുന്ന 2 പദങ്ങളാണ്. പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ഗോൾഫിലേക്ക് വരുന്ന സമയത്ത് ഗോൾഫിൽ ടീ, ഡോർമി, കാഡി, ഈഗിൾ. ടീ, ഡോർമി, കാഡി, ഈഗിൾ ഇവ ഗോൾഫുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഇനി ചെസ്സിലേക്ക് വരുന്ന സമയത്ത് ഗാംബിറ്റ്, കിങ്, ക്യൂന്, റൂക്ക്, ബിഷപ്പ്, നൈറ്റ്, പോണ്, ചെക്ക് മേറ്റ്, ഗ്രാൻഡ് മാസ്റ്റർ, ELO റൈറ്റിംഗ്.
ഇവയൊക്കെ തന്നെ എന്തുമായി ബന്ധപ്പെടുന്നു? ചെസ്. ഇതിൽ തന്നെ ഗാംബിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഗാംബിറ്റ്. അത്രയേറെ തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം. ചെസ് ബോർഡിൽ കളങ്ങൾ എത്ര കളങ്ങളുണ്ട്? 8 64 കളങ്ങളാണുള്ളത്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആ ഒരു ചോദ്യം ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി ബേസ്ബോളിലേക്ക് വരുന്ന സമയത്ത് ബേസ്ബോളിലാണ് ഡയമണ്ട് എന്ന പദം വരുന്നത്. ബേസ്ബോൾ ഏത് പദം വരുന്നു? ഡയമണ്ട് എന്ന പദം വരുന്നു. അപ്പൊ ബേസ്ബോളിൽ ഡയമണ്ട്. ഫുട്ബോള് സോക്കർ. ഫുട്ബോളിനെ കുറിച്ച് പ്രധാനമായും ചോദിച്ചു കാണുന്ന ഒരു പദമാണ് സോക്കർ. ഞാൻ ഈ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നിങ്ങൾക്ക് നന്നായി അറിയുന്നതാണ്. അതിൻ്റെ അകത്തൊക്കെയുള്ള എല്ലാ പദങ്ങളും ഒരുവിധം എല്ലാ കുട്ടികൾക്കും അറിയുന്നതാണ്. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മക്കളെ, സോക്കർ എന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ലിയോണൽ മെസ്സി, അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന അമേരിക്കൻ സോക്കർ അല്ലെ, മേജർ സോക്കർ ലീഗുകൾ എന്ന് അതിനെ പറയാം. ഓക്കെ, ഇപ്പോൾ ഫുട്ബോൾ അവിടെ സോക്കർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ സോക്കർ എന്നത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടൊരു പദമാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ചൈനാമാൻ, പ്രീവിയസ് ചോദ്യമാണ്. ചൈനാമാൻ. ക്യാരം ബോൾ, അത് പഠിച്ചിരിക്കുക. ക്യാരം ബോൾ. LBW യോർക്കർ. കവർ ഡ്രൈവർ. നൈറ്റ് വാച്ച്മാൻ. ഗൂഗ്ലി. അപ്പൊ ഈ പദങ്ങളൊക്കെ തന്നെ എന്തുമായിട്ട് ഓർമ്മിച്ച് വെക്കുക? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഒന്നുകൂടെ, ചൈനാമാൻ, ക്യാരം ബോൾ, LBW യോർക്കർ, കവർ ഡ്രൈവർ, നൈറ്റ് വാച്ച്മാൻ, ഗൂഗ്ലി. സെറ്റല്ലടാ. അപ്പോൾ ഈ പദങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്ത് ചേർത്ത് പഠിച്ചു വെക്കുക. ഇനി കായികവുമായി ബന്ധപ്പെട്ട് വോളിബോൾ, ടെന്നീസ്, കാരണം ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ, അതായത് നമ്മുടെ ഇപ്പോഴത്തേന് തൊട്ട് മുമ്പത്തെ 38/2024 കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി പ്രിലിംസിലെ ഒന്നാമത്തെ ഫേസിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചേ. ചോദ്യം 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ് എന്നതാണ് ചോദ്യം. 2023 വിംബിൾഡണിൽ വിജയം നേടിയ അതേ കക്ഷി തന്നെയാണ് 2024 വിംബിൾഡൺ നേടിയിരിക്കുന്നത്. 2024 വിംബിൾഡൺ നേടിയിരിക്കുന്നത് ഒരു വണ്ടർ കിഡായിട്ടൊക്കെ വന്ന ഒരു താരമായിരുന്നു അദ്ദേഹം. നമ്മൾ ഈ കാണുന്ന കാർലോസ് അൽക്കാരസ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ആ ചോദ്യം കൂടെ ഒന്ന് പറയാമെന്ന് കരുതിയത്. 2023 2024 ആര് തന്നെയാണ് വിജയി? കാർലോസ് അൽക്കാരസ്. ഓർത്തു വെക്കുക, കാർലോസ് അൽക്കാരസ്. ഇതാണ് നമ്മുടെ കക്ഷി, കാർലോസ് അൽക്കാരസ്. ഓക്കെ അല്ലടാ, ഓർത്തു വെക്കുക, കാർലോസ് അൽക്കാരസ്. ഓപ്ഷനിൽ നൊവാക് ജോക്കോവിച്ചും ജെനിക് സിന്നറും ഡാനിൽ മെദ്വദേവും ഉണ്ടായിരുന്നു. നൊവാക് ജോക്കോവിച്ചിനെയാണ് 2 തവണയും 23 24 ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? കാർലോസ് അൽക്കാരസ് കിരീടം ചൂടിയത്. ഓക്കെ അല്ലേ? വിംബിൾഡൺ. അപ്പൊ നമുക്ക് എന്തറിയണം? ഈ പറയുന്ന ഗ്രാൻഡ് സ്ലാമുകളെ കുറിച്ച് അറിയണം. പ്രധാനമായും 4 ടൂർണമെന്റുകൾ ചേർന്നാണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിൽ ആദ്യത്തേത് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓക്കെ, ആദ്യത്തേത് ഓസ്ട്രേലിയൻ ഓപ്പൺ. അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ. ഞാൻ പറഞ്ഞു 4 മേജർ ടൂർണമെന്റുകളാണ് അതിനകത്ത് വരുന്നത്. 4 ലീഗുകളാണ്. അതിൽ ആദ്യത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഇതിനടുത്തത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. അത് കഴിഞ്ഞ് വിംബിൾഡൺ. ഓക്കെ അല്ലേ? ദെൻ അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് US ഓപ്പൺ. അങ്ങനെ തന്നെ കിടക്കട്ടെ. US ഓപ്പൺ. ഓക്കെ അല്ലേ? US ഓപ്പൺ. അപ്പോൾ ഇത് ഇത്രയും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. US ഓപ്പൺ ഉണ്ട്. എന്താണ് ഇത്? അതിൻ്റെ ഓർഡർ കേട്ടോ മക്കളെ. ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ദെൻ ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നു. അടുത്ത് വിംബിൾഡൺ നടക്കുന്നു. പിന്നെ US ഓപ്പൺ നടക്കുന്നു. ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട വിംബിൾഡണിനെ കുറിച്ചുള്ളൊരു പോയിന്റ് ആണ്. വിംബിൾഡൺ ടൂർണമെന്റുകൾ നടക്കുന്നത് ഗ്രാസ് കോർട്ടിലാണ്, അതായത് പുൽമൈതാനിയിൽ. ഗ്രാസ് കോർട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ പുൽമൈതാനിയിൽ നടക്കുന്ന ഒരേ ഒരു ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് ഈ പറയുന്ന വിംബിൾഡൺ എന്ന് പറയുന്നത്. പുൽമൈതാനിയിൽ നടക്കുന്ന ഒരേ ഒരു ഗ്രാൻഡ് സ്ലാം ആണ് ഈ പറയുന്ന എന്താണ് വിംബിൾഡൺ. അതേ സമയത്ത് നമ്മുടെ കളിമണ്ണിൽ അല്ലെ, കളിമണ്ണിൽ ഓക്കെ, മഡ് അല്ലെ, കളിമൺ കോർട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. അത് കളിമൺ കോർട്ടിൽ നടക്കുന്നതാണ്. ഓക്കെ അല്ലേ മക്കൾ? അങ്ങനെയാണെങ്കിൽ ഈ 2024 വിജയിയും ആര് തന്നെയാണ്? കാർലോസ് അൽക്കാരസ് ആണെങ്കിൽ 2024 വിംബിൾഡൺ നേടിയ വനിതാ താരം ആരെന്നറിയണ്ടേ? 2024 വിജയം നേടിയ വനിതാ താരം അത് ഈ കാണുന്ന ബാർബോറ ക്രജിക്കോവയാണ്. ആരാണ്? ബാർബോറ ക്രജിക്കോവ. ഓക്കെ അല്ലേ? ഓർത്തു വയ്ക്കുക, 2024 വിംബിൾഡൺ നേടിയ വനിതാ താരം എന്ന് പറയുന്ന ബാർബോറ ക്രജിക്കോവയാണ്. എങ്കിൽ ഓർത്ത് വെക്കണം
ഏറ്റവും കൂടുതൽ വിംബിൾഡൺ കിരീടങ്ങൾ നേടിയ പുരുഷ താരം, ഏറ്റവും കൂടുതൽ വിംബിൾഡൺ കിരീടങ്ങൾ നേടിയ പുരുഷ താരം പലരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? ഈ പറയും പോലെ ജോക്കോവിച്ച് ഉണ്ട്, റാഫയുണ്ട്. ഓക്കെ, എങ്കിൽ ഓർത്ത് വയ്ക്കുക, അത് നമ്മുടെ റോജർ ഫെഡറർ ആണ്. ഓക്കെ, ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ നമ്മളെ പോലുള്ള ഒരുപാട് കായിക പ്രേമികളുടെ ബാല്യകൗമാരങ്ങളെ ഏറ്റവും മനോഹരമാക്കി തീർത്ത ഒരു ലെജൻഡാണ് അല്ലെ റോജർ ഫെഡറർ. അദ്ദേഹം 8 തവണയാണ് വിംബിൾഡൺ നേടിയിട്ടുള്ളത്. എങ്കിൽ വിംബിൾഡൺ കിരീടം കൂടുതൽ നേടിയ വനിതാ താരമാര്? ഒരുപക്ഷെ ഈ ചിത്രം കാണിക്കാതെയാണ് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് സഹോദരിമാരായിരിക്കും അല്ലെ, വീനസ് സെറീനയും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുക. എന്നാൽ ഓർത്തു വെക്കുക, ഏറ്റവും കൂടുതൽ വിംബിൾഡൺ കിരീടം നേടിയിരിക്കുന്ന വനിത മാർട്ടിന നവരത്തിലോവയാണ്. മാർട്ടിന നവരത്തിലോവ. സെറ്റിലട, മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു കാര്യം കൂടെ, കളിമൺ കോട്ട് പറഞ്ഞതുകൊണ്ടാണ് കളിമൺ കോട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് PS ചോദിച്ചിട്ടുണ്ട്. അത് റാഫേൽ നദാലാണ്. ഓക്കെ അല്ലേ, സെറ്റിലട. അപ്പോൾ ഈ ചോദ്യം സെറ്റാണ്, മുന്നോട്ട് പോകുന്നേ. ഇനി ഇവിടെ നോക്കിയേ, ഇനി നമ്മുടെ ചോദ്യ പേപ്പറിൽ അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ചോദ്യം, ഒരു പ്രീവിയസ് ചോദ്യം കൂടിയാണ്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാ? ഒന്നുകൂടെ, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം. ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്, മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്, കേസരി കൊടുത്തിട്ടുണ്ട്, സ്വദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ഉത്തരം സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി അല്ലെ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകൾക്ക് വേണ്ടി വരുന്ന പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓർക്കുക, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1905 ജനുവരി 19-നാണ്. 1905 ജനുവരി 19-ന് ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര് എന്ന് ചോദിക്കാറുണ്ട്. ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. പലരും രാമകൃഷ്ണപിള്ളയുടെ പേരെഴുതും, എഴുതരുത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രീവിയസ് അല്ലടാ, പ്രീവിയസ് ആണേ, ഓർത്തു വെച്ചോണേ. പലരും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പേരെഴുതും, എഴുതരുത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്ന സ്ഥിതിക്ക് ഉറപ്പായും സ്ഥാപകരൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ. ഇനി സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പായിരുന്നു ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നത്. അതായിരുന്നു നമ്മുടെ ചോദ്യം. രാമകൃഷ്ണപിള്ള, നമ്മൾ പറയുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് 1906 മുതൽ 1910 വരെയുള്ള കാലഘട്ടത്താണ്. ആ കാലഘട്ടത്ത് ശ്രീമൂലം തിരുനാളിന്റെ ഒരു ഈ പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ ഒരു എഡിറ്റോറിയലൊക്കെ സ്വദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ഓർത്തു വെക്കുക. എങ്ങനെയാണ്? ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത് സ്വദേശാഭിമാനിയിലാണ്. ഓക്കെ അല്ലേ, ഞാൻ ഇച്ചിരി വേഗത്തിലാണ് മക്കളെ പറഞ്ഞു പോകുന്നത്, സ്ലോ ചെയ്ത് നിൽക്കേണ്ട, നമുക്കതിനുള്ള സമയമില്ല, കാരണം നമ്മുടെ എക്സാംസ് അടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് വേഗത്തെ പറഞ്ഞു പോകുന്നത്, പഠിച്ചു വെച്ചോണേ. മുന്നോട്ട് പോകുന്നു എങ്കിൽ ഇവിടെ ഓർത്ത് വയ്ക്കുക, ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലാണ്. പ്രത്യേകിച്ച് ദിനപത്രങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷാണ്. ആരാണ്? തുഷാർ ഗാന്ധി ഘോഷാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പത്രസ്വാതന്ത്ര്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19-ന്റെ 1A എന്നുള്ളത്. ആർട്ടിക്കിൾ 19-ന്റെ 1A മക്കളെ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ചൊക്കെയുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് വാർത്തകളിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഉറപ്പായിട്ട് ഈ ചോദ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ PSC ഈ ചോദ്യം ചോദിക്കാതെ പോകില്ല. ഓർത്തു വെക്കുക, ആർട്ടിക്കിൾ 19-ന്റെ 1A എന്ന് പറയുന്നത് ഭരണഘടന പത്രസ്വാതന്ത്ര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ആധുനിക മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. മക്കളെ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷാണെങ്കിൽ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. മലയാള അച്ചടിയുടെ പിതാവാകട്ടെ ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം അച്ചടിയുടെ പിതാവാകട്ടെ ബെഞ്ചമിൻ ബെയ്ലി. മക്കൾ അവിടെ ഓർത്തു വയ്ക്കുക, മലയാളത്തിലെ ആദ്യ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം 1847 ഹെർമൻ ഗുണ്ടട്ട് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ പത്രം എന്ന് പറയുന്നത് കൽക്കട്ട ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് അല്ലെ. ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി 1780 ആരംഭിച്ച ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം.
ഓക്കെ അല്ലേ? ലോകത്തിലെ ആദ്യ പത്രം ചൈനയിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ ചൈനയിൽ പുറത്തിറങ്ങിയ പെർക്കിംഗ് ഗസറ്റ് അഥവാ പീക്കിംഗ് ഗസറ്റ് ആണ്. സെറ്റ് അല്ലേ? അറിയുന്ന കാര്യങ്ങളല്ലേ? ഒന്ന് റിവൈസ് ചെയ്ത് വിട്ടതേ ഉള്ളൂ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തേത് പെർക്കിംഗ് ഗസറ്റ്, ഇന്ത്യയിലെ ആദ്യത്തേത് ജെയിംസ് അഗസ്റ്റ് സീക്കിയുടെ നമ്മുടെ ബംഗാൾ ഗസറ്റ്, മലയാളത്തിലെ ആദ്യത്തേത് രാജ്യസമാചാരം. ഓക്കെ അല്ലടാ? അങ്ങനെയെങ്കിൽ നോക്കി വെച്ചേ, തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ, എങ്ങനെ? തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന മലയാള പത്രമാണ് മിതവാദി. എങ്ങനെയാടാ? തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദി. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം പ്രസിദ്ധീകരിച്ച പത്രവും മലയാളിയാണ്. ഏകദേശം ഞാൻ ഈ അറേഞ്ച് ചെയ്ത രീതി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങൾ അതൊക്കെ. അതുകൊണ്ട് അത് തന്നെ ഓർഡറിങ് എടുത്തത്. മക്കളെ നോക്കിയേ, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം പ്രസിദ്ധീകരിച്ചത് മലയാളി പത്രത്തിലാണ്. 1884 മലയാളി പത്രം വരുന്നത്. മലയാളത്തിലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സാമുദായിക പത്രമായിരുന്നു മലയാളി പത്രം. ഓക്കെ. ധർമ്മോസ്മത് കുലദൈവതം എന്ന തലക്കെട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പത്രം മലയാള മനോരമയാണ്. മലയാള മനോരമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള 4ാമത്തെ പത്രവുമായ മലയാള മനോരമ 1888 ആരംഭിക്കുന്നത്. നിലവിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ ദിനപത്രമാണ് അല്ലെ? എന്നാൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക അല്ലെ? അതും പ്രീവിയസ് ആണോ? ദീപിക 1887 ആരംഭിച്ചു. അവശ വിഭാഗത്തിന്റെ ശബ്ദം എന്നും ഈഴവ ഗസറ്റ് എന്നും പേരുള്ള പത്രമാണ് വിവേകോദയം. എങ്ങനെ? അവശ വിഭാഗത്തിന്റെ ശബ്ദം, ഈഴവ ഗസറ്റ്. എന്നാൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നത് മാതൃഭൂമിയാണ്. സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നാവായി പിറന്നു വീണ പത്രം. ഇനി ഏത് പത്രത്തിന്റെ ആപ്തവാക്യമാണ് യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ? ഒന്നുകൂടെ, യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നുള്ളത് അത് യുക്തിവാദി പത്രത്തിൻ്റെതാണ്. ആരുടെയാണ്? യുക്തിവാദി പത്രം. ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം കേസരിയാണ്. അപ്പം മക്കളെ, പത്രമാധ്യമങ്ങൾ ഉറപ്പായും പഠിച്ചു വെക്കുക. നമ്മുടെ പ്രിലിംസ്, മെയിൻസ് പരീക്ഷകളിൽ ഇനിയും അത് ഉപയോഗപ്പെടുന്ന ഒരു ഭാഗമാണ്. ക്ലിയർ അല്ലടാ? അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഈ ചോദ്യം നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ പല ക്ലാസ്സുകളുടെയും ആമുഖത്തിൽ പലപ്പോഴും ഒരു ആഹ്വാനമായി നിങ്ങൾക്ക് തരുന്നൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിലും, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിലും ഒക്കെ തന്നെ ഈ വരി പറഞ്ഞിട്ടുണ്ട് അല്ലെ? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെയും നിങ്ങളെത്താൻ. ഏത് കൃതിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുരവസ്ഥയിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെ താൻ. ഓക്കെ അല്ലേ? അവിടെ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. ഞാൻ പറഞ്ഞു, അപ്പം നേരത്തെ എന്തുകൊണ്ടാണ് കായിക മേഖല എന്ന് ചോദിച്ചത്? ആദ്യത്തെ, അതായത് ഡിഗ്രി പ്രിലിംസ്, കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി പ്രിലിംസിന് ആ മേഖല എന്ന് ചോദിച്ചു. എന്തുകൊണ്ട് ഇവിടെ 38/2024 ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കുമാരനാശാൻ മരണപ്പെട്ട വർഷം 1924 മരണപ്പെട്ട വർഷം ഏത് എന്ന് PSC ചോദിച്ചിരുന്നില്ലേ? അതേ ചോദ്യത്തിൻ്റെ തുടർച്ചയായി വന്ന ചോദ്യമാണിത്. സെറ്റല്ലേ? അദ്ദേഹം ജനിച്ചത് 1873 മരിച്ചത് 1924 റെഡീമർ ബോട്ട് അപകടത്തിൽ അല്ലെ? അവിടെ ഓർത്തു വയ്ക്കാം ദുരവസ്ഥ. ആ ദുരവസ്ഥയിലെ കഥാപാത്രങ്ങളെ 2024 ഡിസംബറിലും PSC ചോദിച്ചിരുന്നു. ആനന്ദനും മാതങ്കിയും ദുരവസ്ഥയിലെ കഥാപാത്രങ്ങൾ. കരുണയിലേക്ക് അല്ലെ? ദുരവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഓർത്തു വയ്ക്കാം, മലബാർ കലാപം പ്രമേയമായ കൃതിയാണ് അല്ലെ? ഇനി കരുണയിലേക്ക് വരുമ്പോഴോ വാസവദത്തയും ഉപഗുപ്തനും കരുണയിൽ കഥാപാത്രങ്ങൾ. എങ്കിൽ ചണ്ടാല ഭിക്ഷുകിയിൽ ആരൊക്കെയാണ്? ദുരവസ്ഥയിൽ ആരാണ്? ചാത്തനും സാവിത്രി. നേരത്തെ പറഞ്ഞത് മാറിപ്പോയോ? പ്രശ്നമല്ല, നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. ചാത്തനും സാവിത്രിയുമാണ്. ഇനി കരുണയ്ക്കകത്തേക്ക് വരുന്ന സമയത്ത് വാസവദത്ത. ഓക്കെ, ഓർക്കുക, വാസവദത്തയും ഉപഗുപ്തനും. ഉപഗുപ്തൻ. ഓക്കെ അല്ലേ മക്കളെ? ഉപഗുപ്തൻ. ഇനി ചണ്ടാല ഭിക്ഷുകിയിലേക്ക് വരുമ്പോഴോ ആനന്ദനും മാതങ്കിയും. ആനന്ദൻ. ആനന്ദ ഭിക്ഷുവും മാതങ്കിയും അല്ലെ?
വീണപൂവ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ്. ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം അത് എഴുതിയിരിക്കുന്നതാകട്ടെ പാലക്കാട് ജില്ലയിലെ ജൈനിമേട് വെച്ച് ആശയഗംഭീരനെന്നും സ്നേഹഗായകനെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു കവി കൂടിയാണ് കുമാരനാശാൻ. സെറ്റിലെ മക്കളെ. അപ്പോൾ ഉറപ്പായും കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും നിങ്ങളുടെ പഠനത്തിൽ ഉറപ്പായി ഉണ്ടാകണം. അവിടെ ആരൊക്കെ വേണം? ആശാനുള്ളൂർ, വള്ളത്തോൾ. ആധുനിക കവിത്രയം പൂർണ്ണമായും വേണം. അതുപോലെ തന്നെ ജ്ഞാനപീഠ ജേതാക്കളായ 6 മലയാളികളും നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാകണം. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ, ഇത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളില്ല, മുമ്പോട്ട് പോകുന്നു. ഇത് അടുത്ത ചോദ്യം നോക്കിയത്. ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ തവണ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, എത്രയോ തവണ നമ്മൾ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടാണ് കടമനിട്ട പ്രശസ്തമായത്? തെയ്യം, പൂരം, പടയണി, ഗരുഡൻ തൂക്കവും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ ഉത്തരം വരുന്നത് എന്താണ്? പടയണിയാണ്. കടമനിട്ട അല്ലെ. കടമനിട്ട എന്ന് പറയുന്ന സ്ഥലം എന്തുമായി ബന്ധപ്പെടുന്നതാണ്? പടയണിയുമായി ബന്ധപ്പെടുന്നതാണ് കടമനിട്ട. മക്കളെ ഓർത്ത് വയ്ക്കാം, ഇതിൽ ഈ തെയ്യങ്ങളുടെ അല്ലെങ്കിൽ തെയ്യക്കോലങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കണ്ണൂരാണ് അല്ലെ. തെയ്യക്കോലങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കാക്കാരശ്ശി നാടകം കാക്കാരശ്ശി നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഗദ്ദികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാകട്ടെ വയനാടാണ് അല്ലെ. ഇനി അതേപോലെ തന്നെ സ്ഥിരമായി PSC ചോദിക്കുന്ന യക്ഷഗാനം കാസർഗോഡാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലെ. പടയണി. ഈ പടയണി എന്നൊരു വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പടയണി എന്നൊരു വാക്ക് തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ പഴയകാല കൃതികളിൽ ആദ്യമായിട്ട് നമ്മൾ പ്രധാനമായി കാണുന്നത് ഈ നമ്പ്യാരുടെ കൃതികൾക്കകത്ത്. ഓക്കെ, ഭടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കുക ചേരുവാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കലാരൂപങ്ങൾ പഠിച്ചു വെച്ചോണം. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഈ ഒരു എക്സാമിൽ നമ്മുടെ കഥകളിയോ കൂടിയാട്ടോ മോഹിനിയാട്ടോ ഒന്നും തന്നെ ചോദിച്ചില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങളിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെച്ചോണേ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം ശ്രദ്ധിച്ചേ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകനാര്? സത്യത്തിൽ ഒരു ഫ്രീ ഹിറ്റ് പോലെ നമുക്ക് കിട്ടിയൊരു ചോദ്യമായിരുന്നു അല്ലെ. ഓപ്ഷൻ ചട്ടമ്പിസ്വാമിയും വാഗ്ഭടാനന്ദനും തൈക്കാടയ്യ ഒക്കെ ഉണ്ട്. ഓപ്ഷൻ ഡി ആയ അയ്യ വൈകുണ്ഠസ്വാമിയാണ് അതിൻ്റെ ഉത്തരം വരുന്നത് അല്ലേ. അത് വളരെ പ്രധാനമാണ്. സമത്വ സമാജം, വൈകുണ്ഠസ്വാമിയെയും അതുപോലെ തന്നെ ഓരോ നവോത്ഥാന നായകന്മാരെയും കുറിച്ച് പഠിച്ചു വയ്ക്കുക. നമുക്കറിയാം, നമ്മുടെ യൂട്യൂബിൽ തന്നെ, നമ്മുടെ യൂട്യൂബ് സെക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നവോത്ഥാന നായികമാരെ കുറിച്ചുള്ളൊരു ഒരു മനോഹരമായൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ചും നമ്മുടെ ആപ്പിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. നോക്കിയേ, ഞാനിവിടെ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് 2022, 23, 24 വർഷങ്ങളിൽ പ്രധാനമായും ചോദിച്ച ചില ഇത്തരത്തിലുള്ള സമാജങ്ങളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളൊന്ന് പറഞ്ഞു പോകാം നമുക്ക്. ശ്രീനാരായണ സേവികാ സമാജം എന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ എന്ന സാമുദായിക സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം രൂപം കൊടുത്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ഈ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തു വെക്കുക, ശ്രീനാരായണ സേവികാ സമാജം. എന്നാൽ ഈഴവ സമാജം അതും പ്രീവിയസ് ആണ്. ഈഴവ സമാജം TK മാധവനാണ് ആരംഭിച്ചത്. TK മാധവനാണ്. അന്തർജന സമാജം ഈ അടുത്ത 2024 തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്തർജന സമാജം അതിൻ്റെ സ്ഥാപക ഭാരവാഹികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന പാർവതി നെന്മേനി മംഗലത്തെയാണ് ഉത്തരമായി PSC കൊടുത്തത്. ഓർത്തു വയ്ക്കുക, അന്തർജന സമാജം ആര്യപ്പള്ളവും പാർവതി നെന്മേനി മംഗലവും ഒക്കെ ചേർന്ന് ആരംഭിച്ചതാണ്. എങ്കിലും പാർവതിയുടെ പേരാണ് PSC പലപ്പോഴും ചോദിക്കാറുള്ളത്. അതങ്ങനെ തന്നെ ഉത്തരമായിട്ട് നിങ്ങളും പഠിച്ചു വെക്കുക. അന്തർജന സമാജം, പാർവതി നെന്മേനി മംഗലം. ഇനി ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ്, എത്രയോ തവണ PSC ചോദിച്ച ചോദ്യമാണ് അല്ലെ. ഇനി ആര്യ സമാജത്തിലേക്ക് വരുമ്പോഴോ സ്വാമി ദയാനന്ദ സരസ്വതി എങ്കിൽ ഈ ചോദ്യവും പ്രീവിയസ് ആണ്. അഖിലേന്ത്യ ഹരിജൻ സമാജം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ അല്ലെ. അഖിലേന്ത്യ ഹരിജൻ സമാജം ആരുടേതാ? ഗാന്ധിജിയുടേതാണ്. മക്കളെ നോക്കിയേ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി അടുത്ത് വീണ്ടും നമുക്കൊരു ഫ്രീ ഹിറ്റ് പോലെ കിട്ടിയ ഒരു ചോദ്യമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്നുള്ളത്. അത് ഭീമാപള്ളിയും കൊടുങ്ങല്ലൂരും മലപ്പുറവും കോഴിക്കോടും ഓപ്ഷനിലുണ്ട്. നമ്മുടെ ഉത്തരം വരുന്നത് കൊടുങ്ങല്ലൂരാണ് അല്ലെ. കൊടുങ്ങല്ലൂര് ജുമയാണ്. കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണത്. ഓക്കെ അല്ലെ. ചേരമർ ജുമാ മസ്ജിദ് അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ഇനി ഭീമാപള്ളിയെ കുറിച്ചൊരു കാര്യം ഓർത്തു വയ്ക്കാൻ നമുക്കറിയാം. തിരുവനന്തപുരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഭീമാപള്ളി. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഭീമാപള്ളി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്?
തിരുവനന്തപുരത്താണ്. അവിടെ ഞാൻ ഒരു കുഞ്ഞു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ തിരുവനന്തപുരം LDCയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നിൻ ബാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചവർ. ഒന്നുകൂടെ, പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നിൻ ബാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചവർ. ഏത് കൃതിയിലേതാണ് ഈ വരികൾ എന്നാണ്. ഇത് മുഹ്യിദ്ദീൻ മാലയിലേതാണ്. അറബി മലയാള സാഹിത്യത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണിത്. ഖാസി മുഹമ്മദ് എഴുതിയ മുഹ്യിദ്ദീൻ മാല. അത് PSC ചോദിച്ചൊരു ചോദ്യമാണ്. പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ 2025 തന്നെ PSC ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലേക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് തിരുവനന്തപുരത്ത് തിരുവല്ലയിലാണ്. ഓക്കെ അല്ലേ? ഇനി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന എവിടെയാണ്? അത് നമ്മുടെ ആറ്റുകാലാണ്. അതുപോലെ തന്നെ ഈ കുരിശുമല അല്ലെ, കുരിശുമല എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ക്ഷമിക്കുക, കുരിശുമലയല്ല, അത് നമ്മുടെ മാരാമൺ കൺവെൻഷൻ അല്ലെ, മാരാമൺ കൺവെൻഷൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷനുകളൊന്നായ മാരാമൺ കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണ് നടക്കുന്നത്? പമ്പാ നദിയുടെ തീരത്ത് അല്ലെ. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ PSC പലപ്പോഴും ചോദിച്ചു കാണുന്നതാണ്. സോ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ചോദ്യവും നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അല്ലെ. കേരളത്തിലെ ആരാധനാലയങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചോണം. ഉറപ്പായും നമ്മുടെ പരീക്ഷയ്ക്ക് ഇനിയും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ചോദ്യത്തിലേക്ക് വരുന്നു. ഒളിമ്പിക്സിന്റെ സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏത് എന്നുള്ളതാണ്. അത് 1920 ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920 ഞാൻ ഒളിമ്പിക്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കടക്കുന്നില്ല, കാരണം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട PAD കുബിറ്റൻ തുടങ്ങി ഒളിമ്പിക്സിന്റെ ഭാരവാഹി, ഒളിമ്പിക്സ് എങ്ങനെ വന്നു, ആധുനിക പ്രാചീന ഒളിമ്പിക്സുകളെ കുറിച്ചൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓർത്ത് വെക്കാം. ഇപ്പോൾ ഒളിമ്പിക്സ് പഠിച്ചു വെച്ചോണം. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന നല്ല ചോദ്യങ്ങളൊക്കെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് 1920. ഞാനത് ഒരുപാട് ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് തീരുമാനിച്ചത്. മുമ്പോട്ട് പോകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. മക്കളെ ശ്രദ്ധിച്ച ചോദ്യം, ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏത് എന്നുള്ളതാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം, നമ്മുടെ അയൽ രാജ്യം കൂടിയായുള്ള ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഏതാണ്? കബഡിയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം. അപ്പോൾ ഇവിടെ നമുക്ക് ചില രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. സിമ്പിളാണ് അല്ലേടാ. ഈ ചോദ്യമൊക്കെ സ്ഥിരമായി PSC ചോദിക്കുന്ന, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി എന്നുള്ളത് അല്ലേ. ഇപ്പം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായിട്ട് നമ്മൾ ഫീൽഡ് ഹോക്കി തന്നെയാണ് PSC ചോദിക്കാറുള്ളതും ഉത്തരം കൊടുക്കാറുള്ളതും. അപ്പം അതിലൊക്കെ തന്നെ പല വിവാദങ്ങളും ഉണ്ടെന്നാലും അതങ്ങനെ തന്നെ പഠിച്ചു പോകുന്നു അല്ലേ. പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദവും ഏത് തന്നെയാണ്? ഹോക്കിയാണ്. എന്നാൽ ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം വോളിബോളാണ്. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം ഏതാ? വോളിബോളാണ്. പഠിച്ചാൽ ഒരു മാർക്ക് കിട്ടുന്ന, ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പഠിച്ചോണേ. ഇനി ഭൂട്ടാന്റെ ദേശീയ കായിക വിനോദം അമ്പെയ്ത്താണ്. ഭൂട്ടാന്റെ ദേശീയ കായിക വിനോദം അമ്പെയ്ത്ത്. ഭൂട്ടാന്റെ നാണയവും ഈ അടുത്ത PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗുൾട്രമാണ്. ഗുൾട്രം. നമ്മുടെ ആരുടെ ഭൂട്ടാന്റെ നാണയത്തെയാണ് നമ്മൾ ഗുൾട്രം എന്ന് വിളിക്കുക. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഇനി അമ്പെയ്ത്താണ് ഭൂട്ടാന്റെ കായിക വിനോദം. എന്നാൽ അമേരിക്കയുടെ കായിക വിനോദം ബേസ്ബോൾ ആണ്. അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ഏതാ? ബേസ്ബോൾ ആണ്. കാനഡയുടേത് ഐസോക്കിയാണ്. ഐസോക്കി. ഓക്കെ. ഇനി ചൈനയുടേത് ടേബിൾ ടെന്നീസ് ആണ്. ചൈനയുടെ ദേശീയ കായിക വിനോദം ഏതാ? ടേബിൾ ടെന്നീസ് ആണ്. ഇന്ത്യയുടെ അയൽ രാജ്യമാണ്, ഏറ്റവും വലിയ അയൽ രാജ്യം കൂടെയാണ് അല്ലെ. അപ്പൊ ചൈനയുടെ ദേശീയ കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ്. സ്പെയിൻ്റേത് കാളപ്പോരാണ്. ഓസ്ട്രേലിയയുടേത് ക്രിക്കറ്റ് ആണ്. എന്നാൽ ഇന്തോനേഷ്യയുടേത് ബാഡ്മിൻ്റൺ ആണ്. ഇന്തോനേഷ്യയുടെ കായിക വിനോദം ഏതാ? ബാഡ്മിൻ്റൺ ആണ്. സെറ്റിലടാ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നോക്കി വെച്ചാൽ നമുക്ക് ഒന്ന് ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അല്ലേ. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ അല്ലേ മക്കളെ? നോക്കിയേ. ദെൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുന്ന ചോദ്യം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏതാണ്? ഓപ്ഷനിൽ പിറവി, പൊന്തന്മാട, നിർമാല്യം, നെയ്ത്തുകാരൻ എന്നിവ ഓപ്ഷനിലുണ്ട്. ഈ ചോദ്യത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം കൂടെ ഞാനൊന്ന് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഇരുന്ന എല്ലാ കുട്ടികൾക്കും അറിയുന്നൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഡിഗ്രി
പ്രിലിംസിനും ഡിഗ്രി സെക്ഷൻ്റെ ഡിഗ്രി ക്ലാസ്സുകൾക്കും കഴിഞ്ഞ LD ക്ലാസ്സുകളിലെല്ലാം ഞാൻ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാ 4 സിനിമകളെക്കുറിച്ചുള്ള 4 കഥകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ 4 സിനിമകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെന്നാണ് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളും ആരംഭിച്ചു വന്നത്. അവിടെ എൻ്റെ ആദ്യത്തെ ചോദ്യമായിരുന്നു നിർമാല്യം എന്നത്, അല്ലേ? നിർമാല്യം MD വാസുദേവൻ നായർ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് നിർമാല്യത്തിലൂടെയാണ്. MDയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയുമായി ബന്ധപ്പെടുത്തി നിർമ്മിച്ച ചിത്രമാണ്, ഈ പറയുന്ന സംവിധാനം ചെയ്ത ചിത്രമാണ് നിർമാല്യം. MDക്ക് മികച്ച ചിത്രത്തിനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നിർമാല്യത്തിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെ മക്കളെ? ഓർത്തു വയ്ക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചിത്രത്തിലെ അഭിനയത്തിന് PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടി. ഞാൻ എൻ്റെ എല്ലാ സെക്ഷൻ്റെയും ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്ന ചോദ്യമാണ്, അല്ലെ? ക്ഷമിക്കുക, ഏറ്റവും സന്തോഷം ആ ചോദ്യം ഇവിടെയും ചോദിച്ചു എന്നുള്ളതാണ്. കാരണം ഇതിനനുബന്ധമായി ഇതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രിലിംസിലും ഉണ്ടായിരുന്നേ. അപ്പോൾ പഠിച്ചു വെച്ചോണേ. അപ്പോൾ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടൻ എന്ന് പറയുന്നത് PJ ആന്റണിയാണ്. എന്നാൽ പ്രേംജിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് പിറവിയാണ്. പിറവി എന്ന് പറയുന്ന സമയത്ത് പ്രേംജിയെ മാത്രമല്ല, അതിൻ്റെ സംവിധായകനായ ഷാജിയൻ കരുണിനെയും ഈ നിമിഷം നമ്മൾ ഓർക്കണം. കാരണം ഷാജിയൻ കരുൺ മരണപ്പെട്ടിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഉറപ്പായിട്ട് ഷാജിയൻ കരുണിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് പിറവിയാണ്. 50ലധികം അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയൊരു ചിത്രമാണ് പിറവിയിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയാട്ടെ അത് പ്രേംജിയാണ്. MB ഭട്ടതിരിപ്പാട്, അല്ലെ? പ്രേംജി. ഇനി ഷാജിയൻ കരുണിന്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമാണ് വാനപ്രസ്ഥം, അല്ലെ? ഇനി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തൊരു ചിത്രമായിരുന്നു പൊന്തന്മാട. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം പൊന്തന്മാടയാണ്. നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത് മഹാനടനായ മുരളിയാണ്. മുരളിയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തന്നെ നന്നായി ഓർമ്മിച്ച് വെക്കാം. ഇനി അവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. നമ്മുടെ PJ ആന്റണിക്ക് നമ്മൾ പറഞ്ഞു, അല്ലെ? എങ്കിൽ ബാലൻ K നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഓപ്പോളാണ്, അല്ലെ? ബാലൻ K നായർ. എന്നാൽ ബാലചന്ദ്രമേനോനെ അറിയാലോ, അല്ലെ? എങ്കിൽ ബാലചന്ദ്രമേനോന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഏതാ? ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കിനെ. ഈ 2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ചോദ്യത്തിന്റെയും ഉത്തരം ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. അപ്പോൾ എൻ്റെ ചോദ്യം, ബാലചന്ദ്രൻ മേനോന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം. കൂടെ ഒരു ചോദ്യം കൂടെ, സുരാജ് വെഞ്ഞാറമൂടിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം. അതും താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തോണം. ഉത്തരം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. ഓക്കെ അല്ലടാ? എങ്കിൽ ഓർത്തു വയ്ക്കുക, സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് ഷേക്സ്പിയറുടെ ഒഥല്ലോയെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ നിർമ്മിച്ചൊരു ചിത്രമാണ്. അത് കളിയാട്ടമായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ആകുമ്പോൾ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും സന്തോഷമാണ് നമ്മൾ ഈ പറഞ്ഞ 10 ചോദ്യങ്ങളും നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തോണം, എത്ര മാർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നും താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഈ 10 ചോദ്യങ്ങൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളാം. അതുപോലെ എക്സാം എഴുതിയ ആൾക്കാർ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഡിഗ്രി നമ്മുടെ ഈ ഒരു പരീക്ഷയിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രിലിംസിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തേക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ മൈമെന്ററിന്റെ വക എല്ലാവിധ ആശംസകളും നൽകുന്നു. മുഴുവൻ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഫുൾ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. സോ കട്ടയ്ക്ക് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.